कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्य രാമ ഓ രാവിലെ അടിച്ച് വിളക്ക് വെക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ? ഓ തളിച്ചടിച്ച ആശാനെ. കൂതറമ്മ മേലിൽ ഇത് ആവർത്തിക്കരുത് ഒറ്റയ്ക്ക്. ഇല്ല ആശാനെ. ആ ഓ ഓ ചുക്കുണ്ടോ? ചുക്കുണ്ടേ. ചുക്ക് ഇരിപ്പുണ്ടോന്ന് നോക്കട്ടെ ആശാനെ. നോക്കാ. പിന്നെ പിന്നെ ആശാനെ ആ ചുക്ക് കുത്തിയിരിക്കുക. നേരം വെളുത്തല്ലേ ഉള്ളൂ, അപ്പീടുമായിരിക്കും. കഴിഞ്ഞു നോക്കാം. അതല്ല കുത്തിപ്പോയെന്ന്. കുത്തിപ്പോയെന്ന്? ഓ ആ ആ ആ ആ ആ ആ എന്തുപ്പുണ്ടോ? ആ ഉപ്പിരിപ്പുണ്ടോ ആശാനെ? ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ അറിയത്തില്ല. ഈ എന്താ ചെയ്യുക? പറ്റിപ്പോയി, ഞാൻ പറഞ്ഞല്ലോ പറ്റിപ്പോയി. ആരോ ഒരാൾ വരുന്നുണ്ട്, വഴിതെറ്റി വരികയെന്ന് തോന്നുന്നു. ഏയ് അല്ല, അയാളെ കണ്ടാലറിയാം. അയാളുടെ കാലിന്റെ പാദത്തിൽ അസാരം പരിക്കേറ്റിട്ടുണ്ട്. ഇങ്ങോട്ട് തന്നെയാണ് വരണത്. അല്ല ആശാനെ, അയാളുടെ മുട്ടിനാ പരിക്കില്ല. ഇല്ല, കാലിനാണ്. ഒരു കാര്യം ചെയ്യാം, ഷീറ്റ് പേര് ഒരു ഷീറ്റ് അങ്ങോട്ട് എഴുതി കൊടുത്തു. എന്റെ ബുക്ക് നമുക്ക് കൊടുക്കാം. പറഞ്ഞല്ലോ വിളിക്കാം. ആ വിളിച്ചോളാം. എഴുതി കൊടുത്തു. കൊടുത്തു. പേര് പറഞ്ഞ് എഴുതി സോറി അസീസേ, ഞാൻ വിളിച്ചോളാം. ഓക്കെ. സോറിയാസിസു. ആ അങ്ങനെ കാണുമായിരിക്കും. ആണോ എന്തോ. അതാ വൈദ്യര്. വൈദ്യരെ ഒന്നും ഇങ്ങോട്ട് പറയണ്ട, എല്ലാം മനസ്സിലായി. കാൽപാദത്തിൽ അസാരം പരിക്കേറ്റു അല്ലേ? എന്റെയോ? ഞാൻ പറഞ്ഞില്ല ആശാനെ, അയാളുടെ മുട്ടിലാ പരിക്ക്. ഏയ് എന്റെ കാലത്തും പാതി മുട്ടാനും പരിക്കൊന്നുമില്ല. ഇങ്ങോട്ട് വരുമ്പോ ചട്ടന്ന് കണ്ടായിരുന്നല്ലോ. അത് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോ ഈ ചെരുപ്പം സ്ലിപ്പായതാ. പിന്നെ പേര് സോറിയാസിസ്. ഇരിക്കുക. സോറിയാസിസ് അല്ല, ബാബു. ഞാൻ ചോദിച്ചപ്പോ അങ്ങനാ പറഞ്ഞേ. എഴുതാനെന്തല്ലോ ആട്ടെ. എന്താ പ്രശ്നം? തലവേദന. ശിരശൂല. കണ്ണം കടയ്ക്ക നോക്കട്ടെ. ഉണ്ട്. ആ കുപ്പിയും എടുക്ക. ശീഘ്രം വേണം. വരിക. വേദന കലശലായിട്ടുണ്ട് അല്ലേ? എണീക്ക. ആ കൈ ഇങ്ങോട്ട് നീട്ടുക. ഓ എണ്ണ ഒഴിക്കുമ്പം ചുണ്ട് കൂർപ്പിക്കണോ? മൂർധാവിൽ അങ്ങോട്ട് വെച്ചോളൂ. മൂർധാവിലോ? ആ മൂർധാവിൽ തന്നെ അങ്ങോട്ട് വെച്ചോളൂ. ആ വെച്ചോളൂ, ആശാൻ പറഞ്ഞല്ലേ. ആശാനെ എന്നെ എപ്പോഴാ വൈദ്യരാക്കുന്നത്? നിന്നെ വൈദ്യര്? ഓ നീ എന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ. ഓ താമസിയാതെ എനിക്ക് ഭ്രാന്ത് പിടിക്കുമല്ലോ, നീ പിടിപ്പിക്കുമല്ലോ. ഓ അപ്പൊ പിന്നെ നിന്നെ ഞാൻ ഭ്രാന്തിന്റെ വൈദ്യനാക്കിയേക്കാം. ഓ എന്താ പോരെ? വെച്ചോ? വെച്ചു. എവിടെ നോക്കട്ടെ. കണ്ണില്ലാലോ. ഐ വീട്ടിൽ കുഷ്മാണ്ടം എവിടെയാ കൊണ്ട വെച്ചത്? ആശാനെ അയാളുടെ മൂർധം അങ്ങോട്ട് മാറ്റി കാണും. കാണുമായിരിക്കും. വരിക. ആട്ടെ ഇരിക്കുക. അതെന്താ? എന്താണ് പ്രശ്നം? വേദനയാ, സഹിക്കാൻ പറ്റത്തില്ല. സഹിക്കാൻ പറ്റുന്നില്ല വേദന. വയറ്റിലുണ്ടോ? വയറ്റിലുണ്ട്. എനിക്കല്ല, കെട്ടിയേക്കാം. 4 മാസമായി. ഓ ആകെ മൊത്തം വേദനയാ, അതിനൊരു കുറവുമില്ല. അപ്പൊ അങ്ങനെയാണ്. വിശപ്പുണ്ടോ? ആ രാവിലെ കഴിച്ച. എന്നാലും കൈ എവിടെയാ കഴുകേണ്ടത്? പോയി കഴിച്ചാക്കാരുന്നു. ഉരുട്ടി മിണുങ്ങാൻ റെഡി ആയിട്ടാ വന്നേക്കുന്നത്. ഇരിക്ക. ഉറക്കം എങ്ങനെ? വേണ്ട ആശാനെ, ഓട്ടത്തിൽ ഉറങ്ങിപ്പോയി. എണീപ്പിക്ക. ഉറങ്ങിപ്പോയി. ഇങ്ങനെയുണ്ടല്ലോ. ഇരിക്ക. മൂത്രം എങ്ങനെ പോണു? രാവിലെയൊക്കെ ആണിത് ഇവിടുന്ന് അവിടം വരെ പോവും, പിന്നെ ഇട്ടിട്ട് ഇങ്ങനെ വീഴും. പിന്നെ രാത്രിയില് ഒന്നേ ചൂട് തട്ടണം, അതെ അവള് ചവിട്ടി താഴെ ഇടണം. കിടന്നുമുള്ളി. എന്താ ചെയ്യുക? കഷായം വേണം. ഞാൻ കാശിക്കൊന്നും പോകുന്നില്ലെന്നേ. കാഷായം അല്ലേ, കഷായം. ഈ മരുന്നുകളെല്ലാം കൂടെ വാങ്ങണം. അതിലില്ലാത്തത് പുറത്തേക്ക് എഴുതി തരാം. വേദന മരുന്നുണ്ട്, പുറത്താണല്ലോ, എവിടെയാണെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല. വെളിയിൽ നിന്ന് വാങ്ങുന്ന കാര്യം. ഈ മരുന്നെല്ലാം കൂടെ വാങ്ങിയിട്ട് ഒരു മൺകലത്തിൽ ആയിട്ട് തിളപ്പിക്കണം. 4 ഇടങ്ങഴിയായിട്ട് വറ്റിക്കണം.
ആഴി വെള്ളത്തെ ഹൈ, അടയ്ക്കുക. 3 ദിവസം അടുപ്പത്തിരിക്കണം. ഓ 3 ദിവസം. അത്രയും വേണോ ആശാനെ? വേണം വേണം വേണം, എങ്കിലേ മരുന്ന് ഫലിക്കത്തുള്ളൂ. അപ്പൊ ഈ തന്തൂരാവൂലേ? അല്ല, അത് താങ്കളല്ല, ഹേ, കഷായം. ആ പിന്നെ ഈ മരുന്നെല്ലാം വാങ്ങിച്ചിട്ട് നാളെ ഇവിടെ കൊണ്ട് എന്നെ കാണിക്കണം. ഞാനൊന്നും അങ്ങനെ കണ്ടിട്ടുള്ള സാധനമല്ല. നാളെ? ആ നാളെ ആശാന് ഡോക്ടറെ കാണാൻ പോണ്ടല്ലേ? ഓ ഓ ഓ ഓ ഓ ഓ അങ്ങനൊരു പ്രശ്നമുണ്ട്. ഡോക്ടറെ കാണാനോ? വൈദ്യരോ? ശരീരത്തെല്ലാം ഒരു വൈക്ലഭ്യം, ഒരു അസ്വാരസ്യങ്ങൾ, ഒരു പ്രശ്നങ്ങളൊക്കെ ഓണം കാണണം. കിടന്നു മുള്ളാൻ ചികിത്സയ്ക്ക് വന്നപ്പോ ഇതിന്റെ വൈദ്യര് നടന്നു മുള്ളുന്നു. അപ്പൊ അങ്ങനെയല്ലത്. ഇപ്പൊ സ്വയം ചികിത്സ പാടില്ലല്ലോ. പിന്നെ തന്നെയുമല്ല, സ്വന്തം ജീവിതം വെച്ച് ആരെങ്കിലും കളിക്കുവോ കുഞ്ഞേ? എന്റെ വൈദ്യരെ സമ്മതിക്കണം.